നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തൻ്റെ കൂടെ മണിക്കൂറുകൾക്ക് മുമ്പ് കൈപിടിച്ച് നടന്ന പ്രിയതമ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞതറിയാതെ ആശുപത്രി കിടക്കയിൽ തുടരുകയാണ് ഭർത്താവ്. രണ്ടുപേരും നടന്നുപോയത് മരണത്തിലേക്കായിരുന്നു എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അവനെ വിട്ടുപിരിഞ്ഞു. കവടിയാറിൽ നിന്നുണ്ടായ വാഹനാപകടത്തിന്റെ ഞെട്ടലിലാണ് തലസ്ഥാന നഗരി. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള സ്കൂൾ പരിസരമായ ഒരു പ്രദേശം. ആ പ്രദേശത്താണ് ഇന്നൊരു വാഹനം അമിത വേഗതയിലെത്തുകയും യാത്രക്കാരെ അടക്കം ഇടിച്ചു തെറിപ്പിച്ച് മറ്റൊരു കാറിലേക്ക് ഇടിച്ച് വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല, BP കുറഞ്ഞതാണെന്ന് തോന്നുന്നു, തനിക്ക് നിയന്ത്രണം വിട്ടുപോയതാണ് എന്ന് പറയുന്നു ആ അപകടമുണ്ടായ കാറിലെ ഡ്രൈവർ. അതായത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാഹനമോടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയാൽ അല്പം വിശ്രമിക്കുക എന്നുള്ളത്. അത് വാഹനമോടിക്കുന്ന ആളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ വഴിയെ പോകുന്ന കാൽനട യാത്രക്കാർ, ജീവികൾ, വാഹനമോടിക്കുന്ന മറ്റുള്ളവർ, അവരുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വാഹനമോടിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ അല്പനേരം വിശ്രമിക്കാൻ നിർദ്ദേശം നൽകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മറന്ന് വാഹനം ഓടിക്കുമ്പോൾ വലിയ അപകടമുണ്ടാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഉദാഹരണമായിട്ട് കവടിയാറിലെ ചിത്രം മാറുകയാണ്. BP കുറഞ്ഞതായി തോന്നിയപ്പോൾ ബ്രേക്കിന് പകരം ക്ലച്ച് ചവിട്ടിപ്പോയതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. പക്ഷേ ആ തിരിച്ചറിവ് അയാൾക്ക് വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ മിനിറ്റുകൾക്ക് മുമ്പേ 7 പേർ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. പാലക്കാട് സ്വദേശിയായ നൌഷികയാണ് മരണപ്പെട്ടിരിക്കുന്നത്. നിയന്ത്രണം വിട്ട കാറ് കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് നൌഷിക. കൂടെയുണ്ടായിരുന്ന ഭർത്താവ് ചികിത്സയിൽ തുടരുകയാണ്. നൌഷിക മരണപ്പെടുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു കടയിലെ അമ്മയുടെ മടിയിൽ കിടന്നാണ് മരിക്കുന്നത്. ആ അമ്മയോട് ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നൊഴുകുന്നതും കണ്ടപ്പോൾ അവൾ ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ മരിച്ചു പോകുമോ എന്നത്. ആ ചോദ്യത്തിൽ തന്നെ ജീവിക്കാൻ ഒരുപാട് കൊതിയുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്തു പറയുന്നു. പക്ഷേ ആ അമ്മ നിസ്സഹായയായിരുന്നു. അവസാന മണിക്കൂറിൽ അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ. ആ അമ്മയുടെ മടിയിൽ കിടന്ന് പിടയുന്നതിന്റെ വേദന ഓർത്ത് ഇന്ന് ആ അമ്മ വിതുമ്പുന്നു. അപകടം അമ്മ ഞാൻ ചാവോന്ന് ചോരയൊക്കെ ഞാൻ കുട്ടീനെ കണ്ടു പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇല്ല മോളെ, ഞാൻ കടയുടെ അകത്തല്ലേ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ കാണുന്ന മോളെ ഞാൻ ആദ്യമായിട്ട് കണ്ട് എന്റെ ചെറുമോളെ പോലെ ഇരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ്, കറക്റ്റ് അറിയാം. അല്ല, ഇവിടെ പഠിക്കാൻ പോണ കുട്ടിയാണെന്ന് പറഞ്ഞു. അതേ കൊച്ചുങ്ങൾ ഇവിടെ പോകണ പോലെ കേട്ടിട്ടാണ് അമ്മ കടയിൽ എന്നപ്പോ ചാള അടുക്കി ഓരോ കിടക്കുന്നത് 3 കിടക്കുന്നത്. അത് ഒരു പെങ്കൊച്ചാണ്, ഒരു ഉണക്ക കൊച്ചു. അതാണ് എന്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുന്നത്. ഇവിടെ എല്ലാം പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെറുമക്കളും ചെറുമോനും എല്ലാം വണ്ടിയും കൊണ്ട് പോകുന്ന എല്ലാം പോണേ. അയാളാണ് ഒരു വയസ്സായ അമ്മാമ്മ. ഞാൻ ഇതിനെ കാണുന്ന കാര്യം അയാൾ അവിടെ ഇടിച്ചിട്ട് വരെയായിരുന്നു. അങ്ങനെയൊന്നും ഇവിടെ നിന്നൊരു കാറും കൂടെ പോയി ഇടിച്ച്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അപകടം ഉണ്ടായതിന്റെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങൾ ഒന്നടങ്കം അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. മലയാളി വാർത്താ സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ
മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവരൊന്നും തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നു അവിടെ എത്തിയ നാട്ടുകാർ. ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വേദന കൊണ്ട് പിടയുമ്പോൾ, മരണപ്പെട്ട പെൺകുട്ടി അടക്കം വേദന കൊണ്ട് പിടയുമ്പോൾ പോലും ലൈവ് വാർത്തകൾ കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു മാധ്യമപ്രവർത്തകരടക്കമെന്നും ആംബുലൻസ് സർവീസ് അടക്കം എത്താൻ വൈകി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട് ദൃക്സാക്ഷികൾ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ രക്ഷപ്പെടുത്തുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രണ്ടാമതൊരു വിഷയമുള്ളത് അവിടെ കവടിയാർ എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ആശുപത്രികളുടെ കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിലേക്ക് കേവലം ഒരു 10 മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു പ്രദേശത്ത് ആംബുലൻസ് എത്താൻ പോലും വൈകി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് സുരക്ഷയാണ് ഉള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലും നാട്ടുകാർക്ക് വലിയ ആശങ്കയാണുള്ളത്. ഈ കാർ നല്ല സ്പീഡിലായിരുന്നു, നിരവധി ആൾക്കാർ വഴിയിൽ വന്നവരെയാണ് ഇടിച്ചിട്ടത്. ഞാനും അപ്പുറത്തില്ല, ഞാനും വണ്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തായിട്ട് ഒരു ആംബുലൻസ് പോലും ഒരു 10-15 മിനിറ്റോടെ എത്തിയിട്ടില്ല. ഏകദേശം വേറൊരു വാഹനങ്ങളുടെ കൂടെ ഒരു ആളെ എനിക്ക് ഓർമ്മയില്ല, ഒരു കാറിൽ വന്ന ഒരു ബെൻസ് കാറിൽ വന്ന ഒരാളാണ് ഒരു ലേഡിയെ ഒരുപാട് മുറിവ് പറ്റിയ ലേഡിയെ എടുത്തോണ്ട് പോയത്. സത്യം എല്ലാവരുടെ വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് ആരെയും രക്ഷിക്കാനല്ല, എല്ലാവരും വീഡിയോ എടുക്കാനും ചെയ്തത്. ഒരാളാണെങ്കിൽ ജീവന് വേണ്ടിയിട്ട് കിടന്ന് പെടയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ ഒരാൾ നല്ല ശ്രമിച്ചു, അദ്ദേഹം ഒന്ന് വെള്ളം കൊടുത്തു. അദ്ദേഹം കുറച്ച് സീരിയസ് ആണ്. ബാക്കി ആംബുലൻസ് ഒക്കെ എത്താൻ നല്ല വൈകി. ആംബുലൻസ് ഒരു അരമണിക്കൂറിൽ കൂടുതൽ എടുത്തു. സംഭവം കണ്ടു നിന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. ചിലർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലും. എന്തായാലും വളരെ വലിയൊരു അപകടമാണ് ഇന്ന് കവടിയാറിൽ ഉണ്ടായത്. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വളരെ വലിയൊരു തീവ്രതയുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാലക്കാട്ട് സ്വദേശി നൌഷിക എന്ന് പറയുന്ന 24-കാരി മരണപ്പെട്ടു കഴിഞ്ഞു. അവളുടെ ഭർത്താവ് ആഷിഖ് ചികിത്സയിൽ തുടരുന്നു. നൌഷികയെ പട്ടം SUT ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു എന്നാണ് വിവരങ്ങൾ. ആഷിഖ് മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരും ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10:30 സംഭവം. അപകടത്തിനിടയാക്കിയ കാർ അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റി ഫുട്പാത്തിലേക്ക് പാഞ്ഞുകയറി മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നുവെന്നും അപകടത്തിൽ 7 പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതുമാണ് പ്രാഥമിക വിവരം.